കൊലപാതകം നടത്തിയിട്ടില്ലെന്ന് കെവിൻ കൊലക്കേസിലെ ഒന്നാം പ്രതി സാനു ചാക്കോ കോടതിയിൽ 302 വകുപ്പ് ചേർത്തത് റദ്ദാക്കണം. കെവിന്റേത് മുങ്ങിമരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിവെക്കുന്നുവെന്നും സാനുവിന്റെ അഭിഭാഷകൻ വാദിച്ചു. കേസ് അടുത്ത മാസം 2-ന് വീണ്ടും പരിഗണിക്കും. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വിവരങ്ങൾ. രഞ്ജിത്ത്, ഈ കേസിൽ പ്രതിഭാഗത്തിന്റെ വാദമാണ് ഇന്ന് നടന്നത്. അതായത് കുറ്റപത്രത്തിന് മേലുള്ള പ്രാഥമിക വാദമാണ് ഇന്ന് നടന്നത്. അതായത് കൊലപാതകം നടത്തിയിട്ടില്ല എന്നാണ് സാനു ചാക്കോ കോടതിയിൽ പറയുന്നത്. സാനു ചാക്കോവിന്റെ അഭിഭാഷകൻ പറയുന്നത്. അതിന് പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കേവലം മുങ്ങി മരണം എന്നു മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഈ അഭിഭാഷകൻ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ 302 വകുപ്പ് ഈ കേസിൽ നിന്ന് റദ്ദാക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചു. ഇന്ന് ഈ കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഇഷാൻ എന്ന പ്രതിയുടെ അഭിഭാഷകനും വാദിച്ചു. മറ്റു പ്രതികളുടെ അഭിഭാഷകർ ഇന്ന് വാദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കേസ് അടുത്ത മാസം 2-ന് വീണ്ടും പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും എടുത്തു പറയേണ്ടത്, ഇക്കാര്യത്തിൽ നേരത്തെ പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയായിരുന്നു. ഈ പ്രോസിക്യൂഷൻ വാദത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് അപ്പുറത്തേക്ക് മെഡിക്കൽ ബോർഡിനെ വെക്കുകയും മെഡിക്കൽ ബോർഡ് വളരെ കൃത്യമായി ഇതൊരു മുക്കിക്കൊന്നതാകാം എന്ന ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ആ വാദമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത്. എന്തായാലും അടുത്ത മാസം 2-ന് ഇതിൽ തുടർവാദം നടക്കും. രഞ്ജിത്ത്. ശരി ശ്രീജിത്ത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതികളുമായുള്ള തെളിവെടുപ്പ് തുടരുന്നു. തെളിവെടുപ്പിൽ പ്രതികൾ വെട്ടാൻ ഉപയോഗിച്ചുവെന്ന് കരുതുന്ന വാളുകളും പ്രതികളുടെ വസ്ത്രങ്ങളും കണ്ടെത്തി. മനു ഭാരത് ചേരുന്നു. മനു, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പോലീസ് വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ ഏതൊക്കെ ഭാഗത്താണ് തെളിവെടുപ്പ് നടക്കുന്നത്? തെളിവുകൾ ശേഖരിക്കാനുള്ള പോലീസിന്റെ ശ്രമം വിജയിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ഇന്ന് നടത്തിയ തെളിവെടുപ്പിൽ 2 വാളുകൾ കൂടിയാണ് കണ്ടെടുത്തത്. പാക്കം വെളുത്തോളി പുളിക്കോൽ തറവാടിന് സമീപത്ത് ഒരു തോട്ടിൽ നിന്നാണ് കത്തിച്ച വസ്ത്രങ്ങളുടെ അവശിഷ്ടം കണ്ടെത്തിയത്. സമീപത്ത് ഒരു തെങ്ങിൻതോപ്പിൽ നിന്ന് ഒരു ചുവന്ന ഷർട്ടും കണ്ടെടുത്തിട്ടുണ്ട്. കൊലപാതക സമയത്ത് പ്രതികൾ ധരിച്ചിരുന്ന വസ്ത്രമാണ് ഇത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഇത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന സംശയം ബലപ്പെട്ടു വരികയാണ്. 3 പേരെ കൂടി ഇവരെ സഹായിച്ച 3 പേരെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഏതായാലും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ 5 പ്രതികളെ ഇന്ന് അല്പസമയത്തിനകം ഹോസ്ദുർഗിലുള്ള ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. പോലീസ് ഇവരുടെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അന്വേഷണവും തെളിവെടുപ്പും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. രക്തസാമ്പിളുകൾ മറ്റും ശേഖരിച്ച് ഈ അക്രമം നടത്ത പ്രദേശത്തും അതുപോലെ ആയുധങ്ങളിലുമുള്ള രക്തക്കറകളും എല്ലാം തന്നെ എടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി മനു. കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തിൽ സർക്കാരിനെതിരെ കെ മുരളീധരൻ. എല്ലാ വാതിലും കുട്ടിയടച്ചാൽ നിയമം കയ്യിലെടുക്കേണ്ടി വരും. കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്ന കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഏതായാലും ഷുഹൈബിനെ കൊന്നിട്ട് 1 കൊല്ലായി. നിങ്ങൾ ഇതേപോലെയാണ് കൃപേഷിന്റെയും ശരത്തിന്റെയും കാര്യം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, എല്ലാ വാതിലും കുട്ടിയടച്ചാൽ പിന്നെ നിയമം കയ്യിലെടുക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും. ഞങ്ങളൊക്കെ ഗാന്ധി ശിഷ്യന്മാരാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇംഗ്ലീഷുകാരനോട് അങ്ങനെ സഹന സമരം നടത്തിയാലൊന്നും ശരിയാവില്ല, വേണ്ടി വന്നാൽ ആയുധം എടുക്കണം എന്ന് പറഞ്ഞ് സുഭാഷ് ചന്ദ്രബോസും കുറച്ചു കാലം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം പിണറായിയും കോടിയേരിയും മറക്കണ്ട.